നമസ്കാരം. പത്തനംതിട്ട കൂടൽ അപകടത്തിന്റെ വ്യാപ്തി അത് കണ്ട ദൃക്സാക്ഷികളുടെ വെളിപ്പെടുത്തൽ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം ഭീകരമായിരുന്നു ആ അപകടമെന്നത്. അമിത വേഗത അത് തന്നെയാണ് ഇവിടെ വില്ലനായിരിക്കുന്നത്. 4 പേരുടെ ജീവൻ നിമിഷ നേരം കൊണ്ടാണ് നഷ്ടമായത്. രാത്രി യാത്ര പലരും തിരഞ്ഞെടുക്കുന്നത് റോഡിൽ തിരക്ക് കാണില്ല, വണ്ടി കത്തിച്ചു വിടാം എന്നൊക്കെ ഒരു മൈൻഡ് സെറ്റോടെയാണ്. പല അപകടങ്ങളും രാത്രി യാത്രയിലാണ് ഉണ്ടാകുന്നത്. അത് നമ്മൾ എത്രയോ കേട്ടിരിക്കുന്നു. രാത്രി സമയങ്ങളിൽ ഉറക്കം തീർച്ചയായിട്ടും വരും. പക്ഷേ റെസ്റ്റ് ഇല്ലാതെയുള്ള യാത്രയ്ക്കിടെയുള്ള ഡ്രൈവിങ് പിന്നീട് പല ദുരന്തങ്ങൾക്കും വഴിവെക്കും. നമ്മളുടെ നിരത്തുകളിൽ ഉണ്ടായിട്ടുള്ള പല അപകടങ്ങളും രാത്രി യാത്രയ്ക്കിടെ അല്ലെങ്കിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് അത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്ന് നമ്മൾ എത്രയോ കേൾക്കുന്നു. അങ്ങനെ ഒരു അപകടം തന്നെയാണ് പത്തനംതിട്ടയിലും സംഭവിച്ചിരിക്കുന്നത്, അല്ലേ? അതായത് ഈ ഡിസംബർ തുടങ്ങിയതിന് ശേഷം ഈ മഴ, എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഒരു മഴ തുടങ്ങിയതിന് ശേഷം മലയാളികൾ ഏറ്റവും കൂടുതലായി കേൾക്കുന്നത് മുഴുവൻ മഹാദുരന്തങ്ങളുടെ വാർത്തകൾ മാത്രമാണ്. ഈ പാലക്കാട് ലോറി മറിഞ്ഞ് 4 കുട്ടികൾ മരിച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ നടക്കുന്ന മറ്റൊരു വാർത്ത എത്തിയത്. ഈ കോന്നിയിലും 4 ജീവൻ അപകടത്തിൽ പൊലിഞ്ഞത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കാറും ശബരിമല അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച ബസ്സും കൂടെ കൂട്ടിയിടിച്ചായിരുന്നു ഈ അപകടം ഉണ്ടായത്. ഇവര് വിവാഹം കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം മലേഷ്യയിലേക്ക് ഹണിമൂൺ ആസ്വദിക്കാൻ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം തിരികെ ഇരുവരെയും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വധുവിൻ്റെയും വരൻ്റെയും അച്ഛന്മാര് തിരികെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഇവിടെ വരികയായിരുന്നു. അപ്പോൾ മലേഷ്യയിൽ ഹണിമൂൺ കഴിഞ്ഞ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ നിഖിലിനെയും അനുവിനെയും കൂട്ടാൻ വേണ്ടിയിട്ട് ഇവരെത്തുന്നു. അതായത് ബിജുവും പിന്നെ നിഖിലിൻ്റെ അച്ഛൻ ഈപ്പനും കൂടെയാണ് വരുന്നത്. അപ്പോൾ രാത്രി 10 മണിക്ക് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ബിജു കരോൾ സംഘത്തോടൊപ്പം നാട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരോടൊക്കെ യാത്ര പറഞ്ഞതിന് ശേഷമാണ് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടത്, രാത്രി 10 മണിക്ക് ശേഷം. അപ്പോൾ വീട്ടിലേക്ക് ഇവർ എത്താൻ ഒരു 7 കിലോമീറ്റർ ബാക്കി നിൽക്കുകയായിരുന്നു അപകടം വന്നത്. അപ്പോൾ നോക്കണം, ഈ വാഹനം ഓടിച്ചിരുന്ന ആള് ഉറങ്ങിപ്പോയതാണ് ഈ കൂടലിന് സമീപം ഈ അപകടത്തിന് കാരണമെന്നാണ് ഈ പോലീസും മോട്ടോർ വാഹന വകുപ്പും ഒക്കെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഈ അമിത വേഗത ഇതിന് ബലം നൽകുന്ന വെളിപ്പെടുത്തൽ ബിജുവിന്റെ അയൽവാസി നടത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്. തീർച്ചയായിട്ടും അത് അമിത വേഗത്തിലായിരുന്നു വണ്ടിയെന്ന് അയൽവാസികളുടെ വെളിപ്പെടുത്തൽ കൂടിയുണ്ട്. അതായത് അദ്ദേഹത്തിന് ഡ്രൈവിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു കാർ അതിവേഗത്തിൽ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയാണ് ബിജു എന്നാണ് നാട്ടുകാരൻ പറയുന്നത്. താൻ ഒരു ഡ്രൈവറാണെന്ന് ഇയാൾ പറയുന്നുണ്ട്. തനിക്ക് 110 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാൻ 3 മണിക്കൂർ ആവശ്യമാണെങ്കിൽ ബിജു എടുക്കുന്നത് വെറും 2 മണിക്കൂർ. അതൊക്കെ ധാരാളം ാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വേഗതയിൽ ഈ കാറ് അദ്ദേഹം ഓടിച്ചിരുന്നു, അത് എത്രത്തോളം അപകടത്തിന് വ്യാപ്തി കൂട്ടി എന്ന് നമുക്ക് അത് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും ഇവിടെയും വില്ലനായിരിക്കുന്നത് അമിത വേഗതയാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അമിത വേഗത അതെ, ശനിയാഴ്ച രാത്രി 10 മണിക്ക് മക്കളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഈ പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും ഈ പറഞ്ഞ കണക്ക് അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് വരുന്നു, തിരിച്ച് അതുപോലെ റെസ്റ്റ് ഇല്ലാതെ ഇവിടെ നിന്നും പത്തനംതിട്ടയ്ക്ക് തിരിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് 4 മണി ടൈം, ആ ടൈമിലാണ് ഈ ഒരു ആക്സിഡന്റ് നടക്കുന്നത്. അപ്പോൾ ആ അയൽവാസി തന്നെ പറയുന്നുണ്ട്, ഈ 4 മണി ടൈം എന്നൊക്കെ പറയുമ്പോൾ നല്ല കത്തിച്ച് വിടാനുള്ള ഒരു അവസരമായിരിക്കും. അപ്പം ഈ പറഞ്ഞ കണക്ക് വണ്ടി ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ച് വീടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടില്ലായിരുന്നു. അപ്പൊ അതായത് ഇന്ന് അനുവിന്റെ പിറന്നാള് ആഘോഷിക്കുകയാണ്. ഏറ്റവും വലിയൊരു വിഷമകരമായിട്ടുള്ള കാര്യം, ഇന്ന് ആ കുട്ടിയുടെ പിറന്നാൾ ദിവസമാണ്. പിറന്നാളിൽ ഒരു ദിവസം ബാക്കി നിൽക്കുകയാണ് ആ കുട്ടിയെ ഇത്തരത്തിൽ ഒരു മരണം അല്ലെങ്കിൽ ഒരു വിധി അപഹരിച്ചത് എന്നത്. അല്ല, ഇവര് ഈ പറഞ്ഞ കണക്ക് എന്താ പെട്ടെന്ന് തന്നെ ഈ മലേഷ്യയിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നു, അവിടെ നിന്ന് നേരെ തിരിച്ച് നാട്ടിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് ഒരു ദിവസം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് തിരിച്ച് വരാമായിരുന്നു. അവിടെ തന്നെ ഒരു ഹോട്ടലിലൊക്കെ റൂം എടുത്തിട്ട് വരാമായിരുന്നു. എന്തായാലും യാത്രാ ക്ഷീണം കാണും. പക്ഷെ അതിനൊന്നും തയ്യാറാവാതിരുന്നത് ഇന്ന് തികച്ചും അനുവിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്ലാനിങ്ങിലൊക്കെ ആയിരിക്കും. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പിറന്നാളാണ്. അപ്പോൾ നിഖില് കാനഡയ്ക്ക് തിരിച്ചു പോകാതിരിക്കുന്നതിടെ ഇവരുടെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോകണം, യാത്ര പറയണം എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ വില്ലനായിട്ട് എത്തിയത് ഉറക്കം എന്ന് പറയുന്ന സംഭവം തന്നെയാണ്. ഒരു റെസ്റ്റും ഇല്ലാതെ പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയ്ക്ക്, ഇതിനിടയിൽ ഇവരുടെ വയസ്സുകൂടെ നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ റെസ്റ്റ് ഇല്ലാതെയുള്ള യാത്രക്കിടെ ഉറക്കം വരുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ മലേഷ്യയിൽ നിന്ന് വന്ന ഈ പറഞ്ഞ അനുവിനും നിഖിലിനും ഒക്കെ സ്വാഭാവികമായും യാത്രാക്ഷീണം ഉള്ളവരായിരിക്കും. അപ്പോൾ അവരും ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും, സ്വാഭാവികം. അപ്പോൾ ഈ ഫ്രണ്ട് സീറ്റിലാണ് ഈപ്പനും, പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ ബിജു ആയിരുന്നു. അപ്പോൾ അയ്യപ്പന്മാർ സഞ്ചരിച്ച വാഹനം ഉണ്ടായിരുന്നവർ പറയുന്നതനുസരിച്ച് കാറ് വരുന്നതുകൊണ്ട് ഇവർ വേഗത കുറച്ച് വശത്തേക്ക് വാഹനം ഒതുക്കി. പക്ഷെ കാർ ഇടിച്ചു കയറുകയായിരുന്നു. ബസ് സാധാരണ വേഗത്തിൽ മാത്രമായിരുന്നെന്ന് ഡ്രൈവർ പറയുന്നുണ്ട്. CCTV ദൃശ്യങ്ങളും പുറത്തു വന്നതാണ്.
ബസ്സിൽ ഉണ്ടായിരുന്നത് 19 ഹൈദരാബാദ് സ്വദേശികളായ തീർത്ഥാടകരായിരുന്നു. മലേഷ്യയിലേക്ക് പോകാനായിട്ട് ഈ നിഖിലിനെയും അനുവിനെയും ചൊവ്വാഴ്ചയാണ് നിഖിലിന്റെ ബന്ധുവായ അമിത് തിരുവനന്തപുരം എയർപോർട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. തുടർന്ന് വീട്ടിലേക്ക് മടങ്ങിയായിരുന്നു. പക്ഷേ ഇവരെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് വിമാനത്താവളത്തിലേക്ക് വരാൻ ആദ്യം ഏർപ്പാടാക്കിയതും അമിതിനെ തന്നെയായിരുന്നു. പിന്നീടാണ് മലേഷ്യയിൽ നിന്ന് ഇവർ തിരികെ എത്തിക്കുന്ന സമയത്ത് മക്കളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഈപ്പനും ബിജുവും കൂടെ പോകാമെന്ന് തീരുമാനിക്കുന്നതും അവസാനം അമിത് വരണ്ട എന്ന് പറയുന്നതും. തീർച്ചയായിട്ടും നമുക്കിവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ റോഡ് അപകടങ്ങൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. നമുക്ക് ഒഴിവാക്കാവുന്ന ചില അപകടങ്ങളുണ്ട്, ഒഴിവാക്കാൻ പറ്റാത്ത, അതായത് അത് സംഭവിച്ചു നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ ഈ നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ അശ്രദ്ധ, അമിത വേഗത ഭയങ്കര വില്ലനാണ്. ഈ ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ റോഡിൽ പോകുന്നെന്ന് വെച്ചോ, ഒരു വണ്ടിയെ തട്ടി അത്രയും ഒരു ആഘാതം അല്ലെങ്കിൽ വീണു, ഈ അമിത വേഗതയിൽ തട്ടുന്നതും സാധാരണ രീതിയിൽ പോകുമ്പോൾ തട്ടുന്നതും രണ്ടിനും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ അമിത വേഗതയാണ് ഏറ്റവും വലിയ വില്ലനായിട്ട് മാറുന്നത്. അപ്പോൾ ഈ അമിത വേഗത മാക്സിമം ഒന്ന് കുറയ്ക്കാൻ നോക്കിയാൽ വണ്ടി എടുക്കുമ്പോൾ തന്നെ വേണ്ട, എൻ്റെ ജീവൻ പോലെ തന്നെയാണ് മറ്റൊരാളുടെ ജീവനും. അപ്പോൾ മറ്റൊരാളുടെ ജീവനെങ്കിലും ഓർത്തിട്ട് ഈ അമിത വേഗത കഴിവതും ഒന്ന് എല്ലാവരും ഒന്ന് കുറച്ച് വാഹനം ആ ഒരു വേഗത കുറച്ചൊന്ന് പോകാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഒരുപാട് ആക്സിഡൻസ് അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല രാത്രി യാത്ര, അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരള പോലീസ് അടക്കം നിർദ്ദേശങ്ങൾ പങ്കുവച്ചു കഴിഞ്ഞു. അതായത് നിങ്ങൾ രാത്രി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാകും, സ്വാഭാവികം, മനുഷ്യനാണ്, രാത്രി ഉറങ്ങാനുള്ളതാണ്. അപ്പോൾ ഉറക്കച്ചവടയിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും രാത്രിയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത്തിരി റെസ്റ്റൊക്കെ എടുത്തിട്ട്, ഉറക്കം വരുന്നെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തി ജസ്റ്റ് ഒന്ന് ഉറങ്ങി നിങ്ങൾ റെസ്റ്റ് എടുത്ത് നിങ്ങളുടെ ടൈം എടുത്തിട്ട് മാത്രം യാത്ര ചെയ്യുക എന്നൊരു നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പാലിക്കപ്പെടേണ്ടതാണ്. രാത്രി യാത്രകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രാത്രി യാത്ര തന്നെയാണ്. അപ്പോൾ ഒരുപാട് അപകടങ്ങളെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ആൻസി, ഈ അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കണം. ഈ ദൃക്സാക്ഷികൾ പല സ്റ്റേറ്റ്മെന്റുകളും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ അനു ഒഴികെ മറ്റു 3 പേരെ പെട്ടെന്ന് പുറത്തേക്ക് എടുക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു എന്നാ പറഞ്ഞത്. പക്ഷെ അനുവിനെ പുറത്തെടുക്കുമ്പോൾ അനുവിന് കുറച്ച് ജീവനുണ്ടായിരുന്നു. അതുപോലെ അനു നിഖിലും സീറ്റ് ബെൽറ്റ്, അതായത് പുറകിലിരുന്നുകൊണ്ട് സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല. അപ്പോൾ ഈ ബിജുവും മാത്യുവും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നു എന്ന് വ്യക്തമാകുന്ന രീതിയിലൊന്നും അല്ലായിരുന്നു കാറ് ഉണ്ടായിരുന്നു. അത്രത്തോളം അത് തകർന്നിരുന്നു. തല കീഴായിട്ടാണ് നിഖിൽ കിടന്നത്. നിഖിലിന്റെ തല മുൻവശത്തെ സീറ്റുകൾക്കിടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. അപ്പോൾ ഇത് ഇവരെ പെട്ടെന്ന് പുറത്തെടുക്കുന്നതിന് തടസ്സമായിട്ടുണ്ടായിരുന്നു. ഈ ഫയർഫോഴ്സ് എത്തി കാറിന്റെ പല ഭാഗങ്ങളും വെട്ടിപ്പൊളിച്ചാണ് എല്ലാവരും പുറത്തെടുത്തത്. ഇപ്പൊ രക്ഷാപ്രവർത്തനം ഏതാണ്ട് 1 മണിക്കൂറിലധികമാണ് നീണ്ടു നിന്നത്. അപകട വിവരം പറഞ്ഞ ആദ്യം ആംബുലൻസ് എത്തിയത് ഏകദേശം 4:18 അപ്പൊ അനുവിനെയായിരുന്നു ആദ്യം പുറത്തെടുത്തത്. അനുവിനെ ആംബുലൻസിൽ കോന്നിയിലെ ആശുപത്രിയിൽ എത്തിച്ചതിനു ശേഷം മടങ്ങിയാണ് അത് വന്നത്. അപ്പോൾ ഈപ്പൻ, മത്തായി, നിഖിലും ഈ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അനു മരിച്ചത്. അപ്പോൾ ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി എന്ന് പറയുമ്പോൾ നമുക്ക് അത്രത്തോളം ചിന്തിക്കാൻ കഴിയും. ഇവർ കല്യാണം കഴിഞ്ഞ് വെറും 8 വർഷത്തെ പ്രണയമായിരുന്നു. ഈ 8 വർഷത്തെ പ്രണയത്തിനുള്ളിൽ അത് മാത്രമല്ല, ഇവര് എല്ലാവരും കുടുംബപരമായിട്ട് ഭയങ്കരമായിട്ട് അടുപ്പം സൂക്ഷിച്ചിരുന്നവരാണ്. അപ്പൊ അത്രത്തോളം സൗഹൃദം സൂക്ഷിച്ചിരുന്നു, അത്രത്തോളം സ്നേഹം സൂക്ഷിച്ചിരുന്നു. നാട്ടുകാർക്കൊക്കെ ഇവർ പ്രിയപ്പെട്ടവരായിരുന്നു. ഇവരുടെ മരണം എന്ന് പറയുന്നത് കുടുംബത്തെ നാട്ടുകാർ ഒന്നടങ്കം ഇവർ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു. കാരണം പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും നാട്ടുകാർക്കും ഒക്കെ സഹായികളായിരുന്നു ഇവരെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അനുവിനെ ആയിരുന്നാലും അവിടെ ഈ പറഞ്ഞ കണക്ക് അനു കൊയർ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു, ബിജുവും കൊയർ ഗ്രൂപ്പിലുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പം അത്രത്തോളം എന്താ പറയുക, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ പ്രിയപ്പെട്ടവരായിരുന്നു. പക്ഷേ ഒരൊറ്റ തെറ്റ് കാരണം, ഈ അമിത വേഗത, പിന്നെ ഈ പറഞ്ഞ റെസ്റ്റ് ഇല്ലാതെയുള്ള യാത്ര ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് എന്താ ഇനിയും എത്രയോ വർഷം ജീവിക്കേണ്ടവരായിരുന്നു അവര്. ആ വെറും 15 ദിവസത്തെ മാത്രം, വെറും 2 ആഴ്ചത്തെ ഒരു ദാമ്പത്യം മാത്രം അവർക്ക് വിധിച്ചതുപോലെ ഒരു യാത്ര കൊണ്ട് അതൊക്കെ ഇല്ലാതാക്കി കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഉറക്കം വന്നു കഴിഞ്ഞാൽ ഉറങ്ങണം. ഉറക്കത്തോട് മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ജീവൻ ബാക്കി കാണുമെന്ന്. ഉറക്കമില്ലെങ്കിൽ തന്നെ എന്തൊക്കെ അസുഖങ്ങളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ തെറ്റ് എന്നതിലുപരി ഒരു അശ്രദ്ധ എന്ന് വേണമെങ്കിൽ നമുക്കിനെ വിലയിരുത്താല്ലേ. തെറ്റ് നമുക്ക് ഒരിക്കലും ഇവർക്ക് ഒഴിവാക്കാമായിരുന്ന അപകടമെന്ന് പലതരത്തിലും കമന്റ്സുകൾ വരുന്നുണ്ട്. കാരണം ഈ മലേഷ്യയിൽ നിന്ന് ഇവർ വരുന്നു, അവർക്ക് യാത്രാക്ഷീണം കാണും. ഇവർ ഈ പറയണ പത്തനംതിട്ടയിൽ വരുന്നു, അവർക്കും യാത്രാക്ഷീണം കാണും. ഒരു ദിവസം ഒരു ഹോട്ടൽ റൂം എടുത്ത് ഒരു റെസ്റ്റ് എടുത്തതിന് ശേഷം ഇവർക്ക് അടുത്ത ദിവസം യാത്ര തുടരാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അത് ചെയ്തില്ല? അത് ചെയ്തിരുന്നു എങ്കിൽ തീർച്ചയായും ഈ ഒരു അപകടം നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്.
അപ്പൊ ഈ ഡ്രൈവിങ്ങിനേക്കാൾ ഉപരി അമിത വേഗതയും വില്ലനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിപ്പോ ഉറക്കം ഓക്കെ ഒരു ഫാക്ടറാണ്, ഉറങ്ങിപ്പോയതാകാം എന്നതും. മറിച്ച് അതേപോലെ തന്നെ വില്ലനായത് അമിത വേഗതയും കൂടിയാണ്. അമിത വേഗതയും കൂടി ഡ്രൈവർമാരുടെ ഏറ്റവും വളരെയധികം ശ്രദ്ധ വേണ്ട ജോലിയാണ് ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഡ്രൈവിങ്ങിനിടയ്ക്ക് കൂടുതൽ വിശ്രമവും ആവശ്യമാണ്. അല്ലാതെ ഒറ്റ ട്രിപ്പിന് തന്നെ പോയി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാനൊന്നും പറയാം. ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരുന്നത് ഡ്രൈവർമാരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ഡ്രൈവിങ്ങിൽ ഉറക്കം കണ്ണിലെത്തുന്ന ഒരു നിമിഷാർത്ഥം മതി എല്ലാം ഒന്ന് അവസാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഉറക്കത്തിനായി ശരീരം ആവശ്യപ്പെടുമ്പോൾ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നതാണ് ഈ പുലർക്കാലത്തെ അപകടങ്ങൾക്ക് പ്രധാനമായ കാരണം. പലപ്പോഴും ഇതൊക്കെ അറിയാതെയാണ് ഡ്രൈവർമാർ ഉറക്കത്തിലേക്ക് വീഴുന്നത്. അവർ പലപ്പോഴും ചെയ്യുന്നതല്ല, പക്ഷെ നമ്മുടെ ശരീരം അതിന് വഴങ്ങുന്നില്ല എന്ന് മാത്രം. പക്ഷെ നമ്മൾ ഒരുപാട് ആക്സിഡൻസ് കേട്ടിട്ടുണ്ട്. ആ ആക്സിഡൻസിൽ മിക്ക ആക്സിഡന്റിൽ ഒരു കാരണമായിട്ട് കേൾക്കുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം, ഡ്രൈവർ ഉറങ്ങിപ്പോയി, ഇങ്ങനത്തെ എത്രയോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രിപ്പ് പോകുന്നവർക്ക് സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ കോളേജിൽ നിന്ന് ട്രിപ്പ് പോകുന്നവരും മിഡ് നൈറ്റൊക്കെ ഒരു ഉറക്കമില്ലാതെ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു യാത്ര അല്ലെങ്കിൽ ഉറക്കമില്ലാതെയുള്ള ഒരു യാത്ര തീർച്ചയായിട്ടും ഒഴിവാക്കണം. അമിത വേഗത ഒഴിവാക്കണം. ഉറക്കം വരുന്നു എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് നിർത്തി വയ്ക്കുക അല്ലേ. ഏകദേശം 15% അപകടങ്ങളെ രാത്രി നടക്കുന്നുള്ളൂ എങ്കിലും മരിക്കുന്നതിന്റെ 60% രാത്രി അപകടങ്ങളാണ് ഉണ്ടാവുന്നത്. കണക്കുകൾ പ്രകാരം അങ്ങനെയാണ്. അപ്പൊ രാത്രി നടക്കുന്ന അപകടങ്ങൾ തീവ്രത കൂടുതലാണ് എന്നതാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത്. അപ്പൊ ഇത്തരം അപകടങ്ങളിൽ വാഹനം നിർത്താനുള്ള ശ്രമം പോലും ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. വേറെ വണ്ടികളൊന്നുമില്ല, അപ്പൊ കത്തിച്ചങ്ങ് വിടാം എന്നൊരു മൈൻഡാണ്. ഫുൾ സ്പീഡിലായിരിക്കും ഈ വണ്ടി എല്ലാം നിരത്തിൽ പോകുന്നത്. അപ്പൊ എല്ലാ മനുഷ്യരിലും ഒരു ബയോളജിക്കൽ ക്ലോക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ദിവസവും ഉറങ്ങുന്ന സമയമാകുമ്പോൾ മനസ്സും ശരീരവും ആ പ്രവൃത്തിയിലേക്ക് സ്വാഭാവികമായി തന്നെ വഴുതി വീഴും. അപ്പൊ ദിവസം മുഴുവൻ വിശ്രമമില്ലാതെ അധ്വാനിച്ചിട്ട് രാത്രി ഡ്രൈവിങ്ങിന് വീലിന് പുറകെ ഇരിക്കുമ്പോൾ ഓർക്കുക, താൻ മാത്രമല്ല കൂടെ യാത്ര ചെയ്യുന്നവർക്കും ജീവന് ഭീഷണിയാവുന്ന പ്രവൃത്തിയാണ് അതെന്ന്. അപ്പൊ രാത്രി മാത്രമല്ല പകലും ഉറക്കം മൂലം ഉണ്ടാകുന്ന അപകടം ഉണ്ടാകും. പിന്നെ ഉറക്കത്തിന്റെ ആലസ്യം ഉണ്ടായി വാഹനം ഒതുക്കി നിർത്തി 1/2 മണിക്കൂറെങ്കിലും ഒന്ന് വിശ്രമിച്ചതിന് ശേഷം മാത്രമേ യാത്ര തുടങ്ങാവൂ. അത് മുഖം കഴുകി തന്നെ യാത്ര തുടരുക. നമുക്ക് ചുറ്റിലുമുള്ളവരെ നമ്മളെ കാത്തിരിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്, അവർക്ക് നമ്മൾ തിരികെ ചെല്ലും എന്നുള്ള ഒരു എന്താ പറയാ ആ ഒരു ഉറപ്പിന്മേലാണ് അവർ നമ്മളെ കാത്തിരിക്കുന്നത്. തീർച്ചയായും അവർ അശ്രദ്ധ കാണിക്കാതെ കുറച്ചെങ്കിലും നിരത്തുകളിൽ ജാഗ്രത പാലിക്കുക. മലയാളികൾക്ക് എല്ലായിടത്തും ഈ പറഞ്ഞ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തണം എന്നുള്ളൊരു ഭ്രാന്തമായ ഒരു ചിന്തയുണ്ട്. തീർച്ചയായും നമുക്കിപ്പോ എന്താ പറയാ ഇപ്പോൾ ഈ ഒരു ഡിസംബർ മാസം തുടങ്ങിയതിന് ശേഷം നമ്മൾ കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല. ആലപ്പുഴ കളർക്കോട് അപകടം, പാലക്കാട് വിദ്യാർത്ഥിനികൾ മരിച്ച അപകടം, ഈ കഴിഞ്ഞ ദിവസത്തെ അപകടം. അപ്പോൾ ഭയങ്കര റോഡ് ആക്സിഡൻസ്, റോഡ് ഒരു അക്ഷരാർത്ഥത്തിൽ കുരുതിക്കളം ആയിക്കൊണ്ടിരിക്കുകയാണ്. റോഡെന്ന് പറയരുത്, കുരുതിക്കളം എന്ന് പറയണം. അത്തരത്തിൽ റോഡ് ആക്സിഡൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, മഴയുള്ള ടൈം ആണെങ്കിൽ ഈ റോഡിലെ വെള്ളത്തിൽ സ്കിഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ കളർക്കോട് അപകടം പല കാരണങ്ങൾ കൊണ്ടാണ് അപകടം സംഭവിക്കുന്നത്. ഒന്നും അതിൽ എങ്കിൽ പോലും പല കാരണങ്ങളുണ്ട് എങ്കിൽ പോലും അതിൽ ഏറ്റവും വില്ലൻ അമിത വേഗത തന്നെയാണ്. അത് കണ്ണും പൂട്ടി പറയേണ്ട കാര്യമാണ്. അത് അമിത വേഗത ഈ എല്ലാ ആക്സിഡൻസിലും അമിത വേഗത ഒരു വലിയൊരു ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വണ്ടിയും കൊണ്ട് ഇറങ്ങുന്നവർ ഒരു സെൽഫ് കൺട്രോൾ, നമ്മുടെ ഗതാഗത മന്ത്രി തന്നെ പാലക്കാട് അപകടം ഉണ്ടായപ്പോൾ പറഞ്ഞത് ഈ അപകടങ്ങൾ കുറയ്ക്കാൻ എന്താണ് ഒരു മാർഗം എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഗതാഗത മന്ത്രി പറഞ്ഞത് ഇനി എന്ത് മാർഗമാണ്, ഈ ഒരേ ഒരു മാർഗം അവനവൻ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകുക. റോഡിൽ വണ്ടിയായിട്ട് ഇറങ്ങുമ്പോൾ ഒന്ന് സെൽഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ സെൽഫായിട്ട് ഒന്ന് പതുക്കെ പോകുക, അപകടം വരാത്ത രീതിയിൽ പോകുക എന്ന് സെൽഫായിട്ട് വിചാരിച്ച് വാഹനം ഡ്രൈവ് ചെയ്യുക എന്നതല്ലാതെ മറ്റൊരു പോം വഴി ഇനി ഇല്ല. അങ്ങനെ വേറെ വഴി ഇനി ഇല്ല. നിയമങ്ങൾ ആവശ്യം പോലെയുണ്ട്. നിയമങ്ങൾ പാലിക്കാൻ ഒറ്റയണത്തിന് വയ്യ. ആ നിയമങ്ങളൊന്ന് പാലിച്ചാൽ എന്താണ് കുഴപ്പം? റോഡ് നിയമങ്ങൾ പാലിച്ചാൽ എന്താ കുഴപ്പം? അത് പാലിക്കുന്നില്ല. ആരും പാലിക്കാത്തവരില്ല, പാലിക്കുന്നവരും ഉണ്ട്, പാലിക്കാത്തവരും ഉണ്ട്. അപ്പോൾ കൂടുതലും പാലിക്കാത്തവരാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ഒരു സെൽഫ് ഡിസിപ്ലിൻ എടുത്തിട്ട് സ്വന്തമായിട്ട് ഞാൻ വാഹനം എടുത്തു ഇറങ്ങുന്നു, റോഡ് നിയമങ്ങൾ അമിത വേഗത വേണ്ട, എനിക്ക് ഓവർടേക്ക് ചെയ്യണ്ട, എനിക്ക് ആ വണ്ടീൻ്റെ മുന്നേ പോകണ്ട, ഇത്രയും സ്പീഡിൽ പോകണ്ട, എൻ്റെ കൂടെ ആളുണ്ട് അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ആളുണ്ട്, സൈഡിൽ ആളുണ്ട്, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്, ഫോൺ ഉപയോഗിച്ചിട്ട് അശ്രദ്ധമായിട്ട് നമ്മുടെ ചെറിയ അശ്രദ്ധ പോലും മറ്റൊരാളുടെ ജീവൻ അപകരിക്കുന്നതിന് കാരണമായി മാറരുത്. അപ്പോൾ സ്വയം ഒരു ഡിസിപ്ലിൻ എടുത്തിട്ട് വാഹനമായിട്ട് ഇറങ്ങുമ്പോൾ സ്വന്തമായിട്ടൊരു കൺട്രോൾ വരുത്തി അല്ലെങ്കിൽ സ്വന്തമായിട്ട്
സ്വന്തമായിട്ടൊരു അവബോധം വരുത്തി വാഹനങ്ങളുമായിട്ട് നിരത്തിലിറങ്ങുക, ആ ഒരു പോംവഴി മാത്രമേ ഇനി കാണുന്നുള്ളൂ. പിന്നെ റോഡിൻ്റെ അപാകതകൾ, റോഡിലുണ്ടാകുന്ന അതൊക്കെ അധികാരികൾ അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, അവർ പരിഹരിക്കുന്നത് അവർ പരിഹരിക്കുക. എന്നാൽ പോലും എല്ലാത്തിനും കാലം ഉപരി നമ്മൾ തന്നെയാണ്, നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിലാണ്. മാത്രമല്ല മറ്റൊരാളുടെ ജീവൻ കൂടി നമ്മുടെ കയ്യിലാണ്. ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ നിരത്തിൽ വാഹനവുമായിട്ട് ഇറങ്ങുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി ഇങ്ങനത്തെ വാർത്തകളൊന്നും കേൾക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മളെല്ലാവരും കൂട്ടായ ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമുക്ക് അപകടങ്ങളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും.